മുത്തുമണീസ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസം കേട്ടോ. രാവിലെ തന്നെ നല്ല കോരിച്ചൊരിയുന്ന മഴ. സത്യം പറഞ്ഞാൽ മഴ കാരണം കണ്ണ് കാണുന്നില്ല, ആ ഒരു അവസ്ഥയിലുള്ള മഴ കേട്ടോ. മഴ പെയ്ത് വെള്ളം അവിടെ ഇവിടെ ഒക്കെ കയറി വരുന്നുണ്ട്. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നെ വെള്ളം കയറാനുള്ള ചാൻസ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ എങ്ങനെ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതിൽ നിൽക്കണം കേട്ടോ. മാറാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാറുക. നമ്മളിവിടെ വെള്ളം കയറുന്നതാണ്, നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് സമയം അലേർട്ടായിട്ട് ഇരിക്കണം, കാരണം വെള്ളത്തിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കുന്ന ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല, അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മക്കളും ഞാനും മാത്രമുള്ള ഒരു ദിവസം കേട്ടോ. നല്ല കോരിച്ചൊരിയുന്ന മഴ, സത്യം പറഞ്ഞാൽ കണ്ണേ കാണുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു 11-11:30 ഒക്കെ ആയപ്പോൾ അടുക്കളയ്ക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് കരുതിയിട്ട് നമ്മൾ അടുക്കളയ്ക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ചോറ് ഗ്യാസമ്മ വെക്കുക കേട്ടോ. ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് തിളപ്പിച്ച് ചുറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള വെള്ളവും കാര്യങ്ങളും വെച്ച്, പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുക കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാത്രം കഴുകുന്ന കേട്ടോ. ഫുഡ് നമുക്ക് എത്ര വേണേലും ഉണ്ടാക്കാം, പക്ഷേ ഇതിലും വലിയ മടുപ്പുള്ള പണി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഈ പാത്രങ്ങൾ കഴുകുക കേട്ടോ. നമ്മൾ അപ്പം ഉള്ള പാത്രങ്ങൾ അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് അവിടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം പിന്നെ നമുക്ക് പണി ഉണ്ടാവില്ല, പണിയൊക്കെ നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് നടക്കും. ഈ പാത്രങ്ങൾ അവിടെ ഇങ്ങനെ കുന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഭയങ്കര മടി പിടിച്ച കാര്യം കേട്ടോ. നിങ്ങൾ അപ്പോഴേക്കും നമ്മൾ ഈ അമ്പുടുക്കുട്ടനെ ഉറക്കിയിരുന്നു കേട്ടോ. അമ്പുടുക്കുട്ടനെ അപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിരുന്നു. ആൾ തൊട്ടിൽ നിന്ന് തനിയെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക, ഇനി വീണോ തല ഇടിച്ച് എന്താ ഒന്നും അറിയത്തില്ല, അത്രയ്ക്ക് പൊക്കൊന്നുമില്ല. പക്ഷെ ഇവൻ എങ്ങനെ ഇറങ്ങി വന്നേന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മളെ ചേട്ടായിക്കൂട്ടനും വന്നു, അമ്പുടുവിനെ അവനെ അവിടെ നിർത്തി. അവർ വീഴൂല കേട്ടോ, വീഴാതിരിക്കാൻ വേണ്ടിയുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ മാറിപ്പോയത്. ഇരുത്തിയെടുത്തിരുന്നോളും. പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ചോറടുപ്പത്തിട്ടു. അപ്പോൾ നമ്മൾ ഇച്ചൂസ് ഹോർലിക്സും കുപ്പി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആക്കുവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു പണി നടക്കത്തില്ല. അപ്പം ഞാൻ ഒരു കുപ്പി സ്പൂണും പാത്രം എടുത്തു കൊടുത്തു. അപ്പോൾ അവനതും കഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്പുടുവിന് ഞാനവിടെ കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവനും കുറച്ച് കൊടുത്തു. അവനങ്ങനെ എരിവിൻ്റെ വിഷയം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എന്ത് കൊടുത്താലും ആൾ കഴിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ. നമ്മൾ ഇച്ചൂസിനാണ് ടെൻഷൻ മുഴുവൻ, ആൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ആ ഹോർലിക്സ് കുത്തി കുറച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനവിടെ നമുക്ക് ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരിയും വെള്ളരിക്ക കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നാക്കി നമ്മൾ അമ്പുടുവിനെ ഞാൻ താഴത്തേക്ക് ഇറക്കി നിർത്തി കേട്ടോ. നാളെ എന്ത് ചെയ്താലും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ബീട്രൂട്ട് ഉള്ളിയൊക്കെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ അമ്പുടുക്കുട്ടൻ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ അവനൊന്ന് സെറ്റാക്കി അവൻ എന്തെങ്കിലുമൊക്കെ കൈ കൊടുത്ത് അവിടെ അങ്ങനെ താഴ്ത്തിരുത്തിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പണിയൊക്കെ തീർത്ത്. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഈ ചോറ് വാർക്കുന്ന കാര്യം കേട്ടോ, ഭയങ്കര പേടിയാണ്. ഇപ്പം പിന്നെ എന്തോ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ ഇതാക്കി. പിന്നെ മക്കൾ ഈ രണ്ടാളും കൂടെ ഉള്ളപ്പോൾ കുറച്ച് റിസ്ക് കേട്ടോ കാര്യങ്ങളൊക്കെ നടത്തുകയെന്ന് വെച്ചാൽ. ഇച്ചൂസ് പേരും വഴക്കാം. ഇച്ചൂസ് ഉള്ള ദിവസം അമ്പുടുക്കുട്ടനും അങ്ങനെ തന്നെ അടങ്ങി ഒതുങ്ങി എവിടെ ഇരിക്കത്തില്ല. അവന് വാശി പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. കാരണം ഇച്ചു വാശി പിടിക്കുന്ന കണ്ടിട്ട് അവനും വാശി പിടിക്കാൻ തുടങ്ങും. പിന്നെ രണ്ടാളും കൂടെ ഉള്ളപ്പോൾ നേരം പോകണമെന്നും അറിയത്തില്ല കേട്ടോ. എന്ത് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ ഏറെക്കുറെ അതിലൊക്കെ ഒതുങ്ങി പോകും. പിന്നെ നമുക്കും കൂടെ വയ്യാണ്ടാവുന്ന സമയത്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുള്ളൂ. മക്കളെ ഈ പ്രായമൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഇച്ചൂസ് എത്ര പെട്ടെന്ന് ഇത്രയും വലുതായിരുന്നു, ആ കുഞ്ഞു കുട്ടിയായിരുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചു എൻ്റെ പുറകെ ഉണ്ടാവും, വാല് പോലെ പുറകെ ഉണ്ടാവും. എന്ത് ചെയ്യുന്നോ ഞാൻ എന്തെടുക്കുന്നോ അതൊക്കെ അവനും ഉണ്ടാവും. ഞാൻ അവിടെ കയറ്റിയിരുത്തി അടങ്ങിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ഇരുത്തിയതാട്ടോ. പിന്നെ ഞാൻ ഇറക്കി ഇങ്ങോട്ട് മാറ്റിയിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഇനി തെറിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റിയൊക്കെ ഇരുത്തി അവിടെ കുറച്ച് നേരം ഇരുത്തി. അമ്പുടുക്കുട്ടുണ്ട്, അമ്പുടുവിനെ താഴത്ത് നിർത്തുമ്പോൾ അമ്പുടു ഉടുപ്പെ പിടിച്ച് വലിച്ച് കരയുക. പിന്നെ ഞാൻ രണ്ടാക്കും വിശക്കുന്നതിന് റാഗി കുറുക്കി കൊടുത്തിട്ടോ. രണ്ടാക്കും നല്ല സ്റ്റിച്ചാണെന്നുണ്ടെങ്കിലും റാഗി ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ കഴിക്കും. അപ്പോൾ പിന്നെ രണ്ടാക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കി ഞാൻ ഒന്ന് അരിച്ചിട്ടൊക്കെ കൊടുത്തു. നമ്മൾ കടയിൽ നിന്ന് കിട്ടിയ പൊടി കേട്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പൊടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊന്നത് അരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ മതി. അപ്പോൾ നമ്മൾ ഇച്ചുവിനത് ഇട്ട് ഇളക്കണം. എന്നാൽ പിന്നെ ഇളക്കിക്കോന്ന് പറഞ്ഞാൽ അരിച്ച് കൊടുത്തിട്ട് അവനിട്ട് ഇളക്കുക. കുറച്ച് വെള്ളം കൂടുതലാക്കി ഞാൻ വെള്ളം പോലെ ഉണ്ടാക്കി. കാരണം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് കൊടുത്തതിന് ഇനി ചോറ് കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പോലെ അങ്ങനെ ആക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ
ശർക്കര തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് അത് കുറുക്കി കൊടുത്തു. നല്ല മഴ കേട്ടോ. മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയല്ല, അങ്ങനെയുള്ള മഴ. ഈ ചില സമയത്ത് ഇരുണ്ട് മൂടി വരും, കണ്ണ് കാണത്തില്ല, ആ ഒരു ലെവലിൽ. പിന്നെ അവരെ കൊടുത്ത് കഴിഞ്ഞ് രണ്ടാക്കും ഒന്നിച്ചായിട്ട് കൊടുക്കൽ. ചോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നിച്ചുള്ളപ്പോൾ രണ്ടാക്കും ഒരേപോലെ ചെയ്യും. കുളിപ്പിക്കലും എല്ലാം ഒന്നിച്ചാണ്ട് ചെയ്യും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പാല് വാങ്ങി കൊണ്ടുവന്നു. നല്ല ഇലക്കായിട്ടൊരു ചായയും വെച്ച് പിന്നെ നമ്മൾ ബ്രെഡും ഓംലേറ്റും ഉണ്ടാക്കി. നമ്മൾ ഇച്ചുട്ടനെ ഒരു ബ്രെഡും പഴവും വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ വീഡിയോ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ശരി.